ലൂക്കോസിന്റെ സുവിശേഷം 2-14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്മസ് ദൈവത്തെ മഹത്വീകരിക്കുന്നതും ദൈവസമാധാനം മാനവഹൃദയങ്ങളിൽ നിറയ്ക്കുന്നതുമാണ്. സൃഷ്ടിതാവായ ദൈവം ജഡം ധരിച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ലോകത്തിൽ വന്ന ദിവ്യസംഭവം സാക്ഷികളായത് ദൈവദൂതന്മാരാണ്. ദൂതന്മാരിലൂടെ ലഭ്യമായ അറിവ് അംഗീകരിച്ചുകൊണ്ട് ആട്ടിടയർ കാലിത്തൊഴുത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ അവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. ദൂതന്മാർ പാടുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സൃഷ്ടിതാവും സകലത്തിനും ആധാരവുമായ ക്രിസ്തുയേശു സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടതിലൂടെ മഹത്വീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-5 ഇപ്രകാരം പറയുന്നു: ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരും ദാസനാകണം എന്ന ക്രിസ്തു വചനങ്ങൾ സ്വജീവിതത്തിലൂടെ വെളിവാക്കിയ സത്യമാണ്. ക്രിസ്തുവിന്റെ അനുഗാമികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിച്ചു ചേർക്കപ്പെട്ടവരാണ്. ദൈവഹിതം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം പാപികളായിരുന്നപ്പോഴും നാം അഭക്തരായിരുന്നപ്പോഴും നമുക്ക് വേണ്ടി മരിച്ചവനായിരിക്കുന്ന ക്രിസ്തു നാം ദൈവസൃഷ്ടിയെ സ്നേഹിക്കണമെന്ന് ഇന്നും ആവശ്യപ്പെടുകയാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ദൈവസ്നേഹമാണ് നമ്മൾക്ക് ക്രൂശിൽ വെളിവായി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ആർഭാടങ്ങളുടെ മധ്യത്തിലാണ് ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നത്. നക്ഷത്ര വിളക്കുകളും വർണ്ണാഭമായിരിക്കുന്ന അലങ്കാരങ്ങളും ലക്ഷോപലക്ഷം രൂപ ചെലവഴിച്ച് സഭകളും സ്ഥാപനങ്ങളും ഭവനങ്ങളുമൊക്കെ മത്സരിക്കുകയാണ്. ഇവയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആർഭാടങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും അല്ല ദൈവത്തെ മഹത്വീകരിക്കുന്നത്. സ്നേഹമെന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന മാർഗത്തിലൂടെയാണ്. സ്നേഹം നമ്മൾ പങ്കുവെക്കണമെന്നുണ്ടോ എങ്കിൽ ആ ദൈവികമാകുന്ന സമാധാനം നമ്മളിൽ ഉണ്ടാകണം. ദൈവസമാധാനം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടോ എങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന പ്രസാദം നമ്മളിൽ ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ളതിന് മീഖ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിലൂടെ ആ ദർശനികമാകുന്ന ശബ്ദം അവൻ കേൾപ്പിക്കുന്നുണ്ട്. യാഗകർമാദികളിലൂടെയോ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നും ദൈവസന്നിധിയിലെ വിനയവും ന്യായവും പ്രവർത്തിച്ച് ദയാതൽപരനായിരിക്കുന്നതിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതെന്ന തിരിച്ചറിവ് പ്രവാചകൻ നമ്മോട് അവിടെ വിളിച്ചു പറയുന്നു. വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളായി സമർപ്പിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ജഡേച്ഛകൾക്ക് വിധേയപ്പെട്ട് ലോകത്തെ പിടിച്ചടക്കാനുള്ള ഓട്ടത്തിൽ വിസ്മരിക്കുന്നത് ക്രിസ്തുഹിതവും നഷ്ടപ്പെടുന്നത് ദൈവസമാധാനവുമാണ്. ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണുമ്പോൾ ഇവ ദൈവത്തിന് സഹിച്ചുകൂടാ എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ദൈവം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ ആർഭാടങ്ങളിലും ഈ ആഘോഷങ്ങളിലുമല്ല ദൈവം അവിടെ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നതിലൂടെ, മറ്റുള്ളവർക്ക് സ്നേഹം പങ്കുവെക്കുന്നതിലൂടെ, ജീവിതക്രമങ്ങളിൽ വ്യത്യാസം വരുന്നതിലൂടെ, നമ്മൾ വിനയപ്പെടുന്നതിലൂടെ, ദൈവഹിതമനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതിലൂടെ ഈ വർഷത്തെ ക്രിസ്മസ് അർത്ഥവത്താക്കട്ടെ. സ്വയം ശൂന്യമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. സ്വർഗസ്ഥനായിരിക്കുന്ന നിങ്ങളുടെ പിതാവ് മഹത്വപ്പെടുവാൻ അവന് വേണ്ടി ജീവിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.